വടക്കുംനാഥനും പാറമേക്കാവ് ഭഗവതിയും ഒന്നുമില്ലാതെ പൂരം നടത്തേണ്ടി വരുമോ? മന്ത്രി വാസവൻ ഇത്തവണ പൂരം കലക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ചില കാര്യങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം കളവ് പറയുകയും കളവ് വിശ്വസിക്കുന്നു എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിലെ പൊതുസമൂഹത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽപ്പെട്ട ഒന്നാണ് തൃശ്ശൂർ പൂരം ഒരു സെക്കുലർ ഇവൻ്റാണ് എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരം ഒരു സെക്കുലർ ഇവൻ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും, ഹിന്ദു ഫെസ്റ്റിവൽസ് മാത്രമേ സെക്കുലറായിട്ടുള്ളൂ. അതെ അതെ, ബാക്കിയെല്ലാം അതത് മതങ്ങളുടെയാണ്. ബാക്കിയെല്ലാം അതത് മതങ്ങളുടെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പോൾ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിന് വേണ്ടി മാത്രമുള്ള, ഹിന്ദുവിൻ്റെ മാത്രം സവിശേഷതയാണ്, ബാക്കി മതങ്ങൾക്കൊന്നും ഇത് ബാധകമല്ല എന്നൊരു സമ്മതം വരും. എന്ന് മാത്രമല്ല, ബാക്കി മതങ്ങളിലൊന്നും സെക്കുലറായിട്ടുള്ളൊരു കണ്ടന്റ് ഇല്ല എന്ന കൂടിയുള്ള സമ്മതമാണ് അതിനകത്ത് വരുന്നത്. കാരണം നിങ്ങൾ ഇത് ഹൈന്ദവ ജീവിത രീതികളുമായി ബന്ധപ്പെട്ട എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ദേവതകളിൽ അധിഷ്ഠിതമാണ്. ഒരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിലെ ദേവതകളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് നടക്കുന്നതാണ് ഈ പറഞ്ഞ ആൾക്കൂട്ടത്തിൻ്റെ ഏർപ്പാട്. അതിൻ്റെ കാർണിവൽ സൈഡ് ആൾക്കൂട്ടങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവിടെ മറ്റേ ബാലെ കളിക്കുന്നു, നാടകം കളിക്കുന്നു, പാട്ട് കച്ചേരികൾ കഴിക്കുന്നു, സിനിമാ പാട്ടുകൾ പാടുന്നു. ഇതെല്ലാം അകത്തുള്ളതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ജനപങ്കാളിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഉത്സവത്തിന് രണ്ട് ഘടകങ്ങൾ, ഒന്ന് ആചാരപരമായ ഒന്ന് കാർണിവൽ സൈഡും അല്ലേ? കാർണിവൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്നതാണ്. മറ്റതുള്ളതുകൊണ്ടാണ് ഇത് വരുന്നത്. മറ്റതില്ലെങ്കിൽ ഇതില്ല. കാരണം കൊടി കയറുന്നത് തുടങ്ങിയാണല്ലോ തുടങ്ങുന്നത്. അതെ, കൊടി കയറുക കയറ്റുക എന്ന് പറയുന്നത് ഒരനുഷ്ഠാനമാണ്. ആ അനുഷ്ഠാനത്തിന് തന്ത്രവിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തണം. ആ ക്ഷേത്രത്തിലെ മൂർത്തി ഏതാണോ അതിനെ തൃപ്തിപ്പെടുത്തണം, അതിനാവശ്യമായ സംവിധാനങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്തതിന് ശേഷം കൊടി കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ബാക്കിയൊക്കെ. പക്ഷെ പ്രധാനമായിട്ടുള്ളത് ഇതാണ്. അതങ്ങോട്ട് മാറ്റി വച്ചിട്ട് ഇത് സെക്കുലറാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ പള്ളിയിലെ പെരുന്നാളും ബാക്കി കാര്യങ്ങളുമൊക്കെ ആളുകൾ കൂടുമ്പോൾ പള്ളിയിലെ പെരുന്നാളിൻ്റെ അനുഷ്ഠാനത്തിൽ നിങ്ങളവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ആ പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാമുഖ്യം. അങ്ങനെ തന്നെ ആയിരിക്കാൻ വേണം. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്ത് കച്ചവടം നടക്കാറുണ്ട്. ഗാനമേള നടക്കും, തല്ല് നടക്കും, തെറിപറയൽ നടക്കും. ഇതൊക്കെ നടക്കും അതിൻ്റെ കൂടെ. ഒരു ഉത്സവ സ്ഥലത്തോ അല്ലെങ്കിൽ പെരുന്നാൾ സ്ഥലത്തോ ഇതെല്ലാം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ കൂടുന്ന സ്ഥലത്ത് നടക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇത് സെക്കുലറാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അല്ല. കാരണം ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നതാണ് തൃശ്ശൂർ പൂരം. ഭഗവതിമാർ മറ്റേ എഴുന്നള്ളി വരുന്നു, അവരുടെ കൂട്ടുചേരൽ വരുന്നു, അവർ പിരിഞ്ഞു പോകുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മതപരമായ ചടങ്ങുകൾ പാടില്ലെന്ന് പറഞ്ഞാൽ ഇനി ഭഗവതി ഒന്നും വരണമെന്നായിരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും പറ്റില്ലല്ലോ. മതപരമായ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് കച്ചവടം നടക്കുന്നത്. ആ മതപരമായ ചടങ്ങിലേക്ക് കച്ചവടമില്ല. തൃശ്ശൂർ പൂരത്തിൻ്റെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ചടങ്ങുകളില്ലെങ്കിൽ, അല്ലെങ്കിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് ഭഗവതിമാർ എഴുന്നള്ളി വരികയും അവരുടെ ആ കാര്യങ്ങളും അതിൻ്റെ അകത്തേക്ക് കയറ്റവും പുറത്തേക്കിറക്കവും ഇതൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പിന്നെ വെടിക്കെട്ടുമില്ല, കച്ചവടവും ഇല്ല. കച്ചവടമില്ലെന്നല്ല, പൂരമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പൂരത്തിന് മാത്രം ഒരു സെക്കുലർ ഇത് വരുന്നത്? അങ്ങനെ വരില്ലല്ലോ. കാരണം ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ഷേത്രവും പള്ളിയും മോസ്കും എല്ലാം അവരവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കാഞ്ഞിരമറ്റത്ത് ചന്ദനക്കുടം എഴുന്നള്ളിക്കുന്നത് കൊണ്ടാണ് അവിടെ ആളുകൾ കൂടുന്നത്. അതെ അതെ. ആ ചന്ദനക്കുടം എഴുന്നള്ളിപ്പില്ലെങ്കിൽ അവിടെ ആളുകൾ കൂടില്ല. ഈ ഭഗവതിമാർ അവിടെ നിന്ന് ഇറങ്ങി വന്ന് അതിൻ്റെ അനുഷ്ഠാനങ്ങളും അതിൻ്റെ പൂജകളും ബാക്കി തന്ത്രവിദ്യ പ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നത് കൊണ്ടാണ്
പൂരം കാണാനും പൂരം കേൾക്കാനും വേണ്ടി ആളുകൾ കൂടുന്നത്. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് അവിടെ നടക്കുന്ന മറ്റേ വാദ്യഘോഷങ്ങളെല്ലാം കേട്ടുകൊണ്ട്, ആ വാദ്യഘോഷങ്ങളാണ് പൂരം എന്നാണ് പറയണത്, വാദ്യഘോഷങ്ങളല്ല പൂരം. അവിടുത്തെ പഞ്ചാരി മേളമായാലും പഞ്ചവാദ്യമായാലും പഞ്ചവാദ്യമോ പഞ്ചാരിമേളമോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അതല്ല പൂരം. പൂരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ജനിച്ചു വരുന്നതാണ് ഈ കാര്യങ്ങൾ. അതില്ലെങ്കിൽ ഇതില്ല. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും അതിൻ്റെ തന്ത്ര മന്ത്ര വിധികൾ അനുസരിച്ചുള്ള ആചാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്നിട്ട് ഈ പഞ്ചവാദ്യം കൊട്ടാനും ഈ പൂരത്തിൻ്റെ മേളക്കൊഴുപ്പുണ്ടാക്കാനും പറ്റൂ. വെറുതെ നിന്ന് മേളക്കൊഴുപ്പുണ്ടാക്കിയ ആളുകൾ കൂടില്ല. ഇത് അനുഷ്ഠാന ബന്ധിതമായതുകൊണ്ടാണ് ആളുകൾ വരുന്നത്. അനുഷ്ഠാന ബന്ധിതമാണ്. അതാണ് ഒരു ദിവസം മന്ത്രി ഇരുന്നുകൊണ്ട്, മന്ത്രി മാത്രമല്ല കേട്ടാ, ഇപ്പൊ വാസവനെ മാത്രം നമ്മളിതിനകത്ത് പറയണ്ട. അവിടെയുള്ള ചെല്ലുന്നവരൊക്കെ പറയും ഇത് സെക്കുലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് സെക്കുലർ ആകുന്നത്? എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ മറ്റേന്താണ് ചന്ദനക്കുട എഴുന്നള്ളിപ്പം സെക്കുലറാണെന്ന് പറയണ്ടേ? പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ സെക്കുലറാണ്? അല്ലല്ലോ. ആകണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ അല്ല. അത് മൂടി വെച്ചുകൊണ്ട് ഈ കാപട്യം പറയുന്നത് മലയാളികളുടെ ഒരു കപടനാട്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, ഒരുപക്ഷെ വാസവൻ പറഞ്ഞത് നമ്മൾ ഈ കുടമാറ്റമൊക്കെ നടക്കുമ്പോൾ ചില ചിത്രങ്ങളൊക്കെ ഉയർത്തുന്നതിൻ്റെ പേരിൽ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി. എന്തിന് രാംലല്ലയുടെ ചിത്രം കാണിച്ചതിൽ പോലും ഇവിടെ ചിലർക്ക് സഹിച്ചില്ല. അങ്ങനെ ഈ രാംലല്ല ഇപ്പം ഒരു ശ്രീരാമദേവനാണ്, അതിൻ്റെ ഉള്ള എതിർപ്പ് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണെന്നുള്ളത്. പിന്നെ ചില ആളുകളുടെ വ്യക്തികളുടെയൊക്കെ ചിത്രം കാണിക്കുന്നു, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണോ? അല്ല, ഞാൻ മന്ത്രി ഇങ്ങനെ പറഞ്ഞില്ല. ഇപ്പം അവിടെ വടക്കുന്നാഥൻ്റെ ചിത്രം എടുത്ത് കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വേണ്ടെന്ന് പറയാൻ പറ്റുമോ? തിടമ്പെഴുന്നള്ളിക്കണമല്ലോ. അല്ലെങ്കിൽ ഭഗവതിമാരുടെ ചിത്രങ്ങൾ എടുത്തിട്ട് ഓരോരുത്തർ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഭഗവതിമാരുടെ കയ്യിൽ ഇത് ചിത്രം പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു കുരിശിൻ്റെയും ഒരു ചന്ദ്രകലയുടെയും കൂടി ചിത്രവും കൂടി എടുക്കണമെന്ന് പറയാൻ പറ്റുമോ? പറയുമായിരിക്കും നാളെ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഇടപെടൽ? സർക്കാരിൻ്റെ ജോലി ഇതല്ലല്ലോ. അല്ല, ഇപ്പോൾ മതേതരം ആണ്, സെക്കുലർ ആണെങ്കിൽ തീർച്ചയായും എല്ലാ മതങ്ങളുടെയും ചിഹ്നങ്ങൾ കാണിക്കണമെന്നായിരിക്കും വാസവൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എല്ലാം കാണിക്കേണ്ടി വരും. എല്ലാം കാണിക്കണം എന്ന് വെച്ചാൽ ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും കാണിക്കേണ്ടി വരും. അത് പറയാനുള്ള തണ്ടല്ലൊന്നും ഉറപ്പൊന്നും CPM-ന്റെ മന്ത്രിമാർക്കില്ല. അല്ല, ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഇത് കാണിക്കേണ്ടി വരും. അതിന് മന്ത്രിമാർ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. ഈ തൃശ്ശൂർ പൂരം കമ്മിറ്റിക്കാരുണ്ടല്ല, ആ കമ്മിറ്റിക്കാർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മന്ത്രി പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കൂടി സെക്കുലറിസം നാലമ്പലത്തിനകത്തും ശ്രീകോവിലേക്കും കൂടി സെക്കുലറിസം കയറ്റണം എന്ന് പറഞ്ഞാൽ അതും സമ്മതിച്ചു കൊടുക്കും. കാരണം സെക്കുലറായി ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ സമ്മതിക്കില്ല, മോസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ സമ്മതിക്കില്ല. സമ്മതിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സമ്മതിക്കില്ല അങ്ങനെ ഇപ്പോൾ ചോദ്യം ഉദിക്കുന്നില്ല സാർ, കാരണം ഇവരാരും ചെല്ലില്ല. അല്ല, ചെന്നാലും സമ്മതിക്കരുത് എന്നാണ് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇവിടെയും സമ്മതിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിനും രാഷ്ട്രീയ കക്ഷികൾക്കും ഇടപെടാൻ ഏതെല്ലാം മേഖലകളുണ്ട്? അവരെന്തിനാണ് ഇവിടെ ശ്രീരാമൻ്റെ ചിത്രം കാണിച്ചോ, ഇവിടെ പരമശിവൻ്റെ ചിത്രം കാണിച്ചോ, ദേവന്മാരുടെ ചിത്രം കാണിച്ചോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കലാണ് ഇവരുടെ പണി. അതെ, അതല്ലല്ലോ. ഏതായാലും വല്ലാതെ അപകടം പിടിച്ചൊരു പ്രസ്താവനയാണ് വാസവന്റെ ഭാഗത്തു നിന്നുള്ള. അല്ല, വാസവന്റെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവന വാസവൻ ഒറ്റക്കായിരിക്കില്ല നടത്തിയേക്കണം. ഒരു ഇടതുപക്ഷ അങ്ങനെ ഒരു സാധനം ഇടയ്ക്ക് പറയാറുണ്ട്. കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ്. ഇനി എന്താണ് കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സ് എന്ന് പറഞ്ഞാൽ അടിമുടി കാപട്യമാണെന്നാണ് അവർ പറയുന്നത്. അല്ല, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന തൊട്ട് മുമ്പ് നമ്മൾ TV കണ്ടില്ലേ, കേരളീയ പൊതുസമൂഹം കഞ്ചാവടിച്ച ഒരു കവിയെ വേട്ടയാടാൻ സമ്മതിക്കില്ല. പൊതുസമൂഹം പൊതുമനസ്സ് ഇവരുടെ കയ്യിലാണോ? അല്ല, ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അത് ആ പ്രസ്താവന നടത്തിയത് നമ്മുടെ ഇദ്ദേഹമാണ്, ഗോവിന്ദനാണ്. ഗോവിന്ദന് പറയാവുന്നത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സമ്മതിക്കില്ല എന്ന് പറയാൻ പറ്റും. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൂടി ഒരുമിച്ച് ചേർന്നാലും ഒരു 30% കൂടുതൽ വരില്ലല്ലോ. ഇല്ലില്ല. ബാക്കി 70% പേരുണ്ടല്ലോ.
അവർക്ക് വേണ്ടി കൂടി തീരുമാനമെടുക്കാനുള്ള അവകാശം ദയവായിട്ട് ഗോവിന്ദ സഖാവ് ഏറ്റെടുക്കരുത്. അപ്പോൾ ഇത് ഈ അമ്പലത്തിൽ പോകുന്ന വിശ്വാസികൾ, അമ്പലത്തിൽ പോകുന്നവർ എല്ലാ ദിവസവും അവിടെ പോയി തൊഴുത് പുറത്തിറങ്ങുന്നവരാണ്. അവർ വെളുപ്പിന് പോകുന്നുണ്ട്, അവർ തലയിൽ മുണ്ടിടാതെ പോകുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നത് തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ്. ഇവരുടെ ഈ ഇരട്ടത്താപ്പ് എന്നുമുണ്ട്. കമ്മ്യൂണിസത്തിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളിൽ. അതിപ്പോൾ EMSൻ്റെ കാലത്തും ഉണ്ടത് തന്നെ. ഞാൻ EMS അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെ പഴനി പോയത് തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല. എനിക്കൊരു മറുചോദ്യം ഉണ്ട് അതിനകത്ത്. സ്വന്തം ഭാര്യയുടെ കൂടെ കണ്ടവനെ വിടാൻ പറ്റില്ല, അവനവൻ തന്നെ പോകണം എന്നൊരു വിശ്വാസത്തിൽ EMS പോയി. അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷെ അപ്പോൾ ഒരു കാര്യം സമ്മതിക്കണം, EMSന് സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോലും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നിരീശ്വരവാദമാണ് അദ്ദേഹം നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയിട്ട് അവരെ ശരിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് കൂടി സമ്മതിക്കേണ്ടി വരും. ഞാനിതിന് എതിരേ അല്ല. EMS എന്നല്ല, പിണറായി വിജയനായാലും ഭാര്യ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഭാര്യയുടെ കൂടെ പോകുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷെ അപ്പം പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കി ദൈവമില്ല എന്ന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് കൂടി പറയുമ്പോഴാണ് ഇരട്ടത്താപ്പ്. അല്ല, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ലോ, സ്വാശ്രയ കോളേജിനെതിരെ സമരം നടക്കുമ്പോൾ സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ചെയ്യാതെ ഏത് മേഖലയിലാണ് ഉള്ളത്? അല്ല, ഈ കാപട്യം അടിമുടിയുണ്ട്. ഈ കാപട്യത്തിനെ സാക്ഷ്യപ്പെടുത്തി നിൽക്കുന്നതാണ് ഇവിടുത്തെ ബുദ്ധിജീവി ലോകം. ഞാനൊരു വിപ്ലവ കവിയുടെ വീട്ടിൽ പോയി, പേര് പറയുന്നില്ല, എൻ്റെ ഔദാര്യം കൊണ്ടാണ്. പ്രായമൊക്കെ ആയിരിക്കുന്ന ഒരു മനുഷ്യൻ, ഇപ്പോൾ പേര് പറയണ്ടല്ലോ എന്ന് എഴുതിയിട്ട്, എൻ്റെ ഔദാര്യമാണത് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാത്തത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിക്ഷകണങ്ങൾക്കൊക്കെ മനസ്സിലാകും. ഞാനവിടെ ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അതിവിപ്ലവകാരിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും പോരാ, നക്സലിസം വന്ന് എക്കത്തിൻ്റെയും തലവെട്ടി വിപ്ലവം ശരിയാക്കിയെടുക്കണം എന്നാണ്. അതിതീവ്രമായ ഫെമിനിസ്റ്റുമാണ്. ഈ ഫെമിനിസ്റ്റിൻ്റെയും വിപ്ലവകാരിയുടെയും വീട്ടിൽ അദ്ദേഹത്തിന് അസുഖമായി കിടന്നു എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്ന് യാത്ര ചെയ്ത് അതുവഴി വരുന്ന വഴിക്കൊന്ന് കയറിയതാണ്. കയറിയ സമയത്ത് മുറ്റത്തെ തുളസിത്തറയിൽ നിത്യമായിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. അകത്തെ പൂജാമുറിയിൽ ഓടക്കുഴലൂതുന്ന ഉണ്ണിക്കണ്ണൻ നിൽക്കുന്നു. അവിടെ നിലവിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം നോക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട്, ഇവർക്ക് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് കിട്ടും. കാരണം ഇവരുടെ ഭാര്യമാരെ ഇങ്ങനെ, എന്നിട്ട് അതിനൊരു ന്യായീകരണവും പറയും, അല്ല എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ ഒരിക്കലും ഭാര്യയെ കൊണ്ടുവരാറില്ല, നാട്ടുകാരെ മുഴുവൻ കൊണ്ടുവരാം, ഭാര്യയെ കൊണ്ടുവരില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ശരിയെന്ന് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ, അതാണ് ശരിയെന്നുണ്ടെങ്കിൽ ആദ്യം കുടുംബത്തെ നടപ്പാക്കണം. അല്ല, നിങ്ങളത് നോക്കണ്ടേ. ഉദാഹരണമുണ്ട് എൻ്റെ മുമ്പിൽ. ഗാന്ധി അദ്ദേഹത്തിന് ശരിയെന്ന് ബോധ്യപ്പെട്ടിരുന്ന തോട്ടിപ്പണി, ആ തോട്ടിപ്പണി ഏറ്റവും മഹത്തായ ജോലികളിൽ ഒന്ന് തന്നെയാണ്. കാരണം ഏറ്റവും നികൃഷ്ടം എന്ന് കരുതുന്ന ഒരു ജോലി പോലും സന്മനസ്സത്തോടു കൂടി സന്തോഷത്തോടെ ഒരുത്തം ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും ഉദാത്തമാണ് എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയെ അദ്ദേഹം നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചത്. കാരണം അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണല്ലോ. ഇവർക്കാർക്കും അതില്ല. ഇവരെല്ലാവരും, എനിക്ക് പരിചയമുള്ളൊരു പഴയ കവി ഉണ്ടായിരുന്നു, CP വത്സൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അധികം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതയിലെ 2 വരി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വാക്കുകളിൽ നമുക്ക് നക്സലൈറ്റ് ആവാം, ആത്മവഞ്ചനക്ക് ഇവിടെ ശിക്ഷകളൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ ആത്മവഞ്ചനയുടെ ഒരു അംശമാണ് ഇത് നടത്തുന്നത്. ഇനി ദൈവത്തിലും ഈശ്വരൻ്റെ അധിഷ്ഠാനങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒന്നും വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ വാസവൻ എന്തിൻ്റെ പേരിലാണ് ദേവസ്വം ഭരിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ അതിനകത്ത്. അത് വിശ്വാസമുള്ളവർ ചെയ്യട്ടെ എന്ന് വെക്കണ്ടേ? വാസകൻ എന്തിനാണ് ശബരിമല കയറി അഭിപ്രായം പറയുന്നത്? ആ ഇരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രി നമുക്കുണ്ട്, ഓർമ്മയുണ്ടാകും. എന്തിനാ അങ്ങനെ പോകുന്നതെന്ന്. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തിനാ പോകുന്നത്?
അത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മറ്റു ചില താല്പര്യങ്ങളുണ്ട്. അവിടെയാണ് ആ കാപട്യമാണിത്. ഉം. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഭാര്യയെ വിട്ട് എനിക്ക് വേറൊരു അനുഭവം ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ഗുരുവായൂർ വൈസ് ചാൻസലർ ചെയർമാനായിരിക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അപ്പോൾ ഈ ഇതായ സ്ഥിതിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഭാര്യയും കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ പോയിട്ട് എനിക്ക് പെട്ടെന്ന് പോരുകയും വേണം. അപ്പോൾ അന്നത്തെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ചെയർമാൻ, ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ എനിക്ക് പെട്ടെന്ന് കാണാനുള്ളൊരു ദർശനത്തിനുള്ളൊരു സൗകര്യം ഒരുക്കി. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നേരെ മുകളിൽ തന്നെ ഒരു മാനേജറുടെ ഇതുണ്ട്. അവിടെ കയറ്റി കഴിഞ്ഞപ്പോഴേക്കും തൊട്ടടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സഖാവിൻ്റെ ഭാര്യ. അപ്പോൾ അവരെ എന്നെ കണ്ടു തൊഴുതു, ഞാനും തൊഴുതു, പരിചയപ്പെട്ടു. ഞങ്ങൾ കുടുംബവുമായിട്ട് പരിചയപ്പെട്ടു. പുറത്തിറങ്ങി ഒരുമിച്ചൊരു ചായയൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ സാറേ എൻ്റെ ഈ നിരന്തരമായ പ്രാർത്ഥന കൊണ്ടാണ്, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് പറയണത്. ഞാൻ അതിൽ തെറ്റ് പറയുന്നതല്ല, കാപട്യം പാടില്ല. ഈ ഫെമിനിസം ഇവിടെ പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുമുണ്ട്. ഇവരാരെങ്കിലും ഇവരുടെ വീട്ടിലിതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇതൊക്കെ നാട്ടുകാർ ചെയ്യുന്നതാണ്. അവനവൻ്റെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ കഴിയാത്ത ആശയങ്ങളാണ് മഹത്ത് എന്ന് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്നത് പോലുള്ളൊരു പാപം വേറെ എന്തുണ്ട്? അതെ. ആ പാപമാണ് ഇപ്പോൾ നമ്മുടെ വാസവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസവനെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഞാൻ വൈസ് ചാൻസലർ ആയിരുന്നപ്പോൾ എൻ്റെ സിൻഡിക്കേറ്റിൽ അംഗമായിരുന്നു. മനോഹരമായിട്ട് മലയാളം പറയും. സഭ്യമായ ഭാഷയെ അദ്ദേഹം ഉപയോഗിക്കുള്ളൂ. അദ്ദേഹം ഒരു പൊതുവേദിയിൽ സംസാരിക്കുമ്പോഴും അതിരൂക്ഷമായിട്ട് വൈസ് ചാൻസലർ എന്നൊക്കെ എന്നെ എതിർക്കുമ്പോഴും സഭ്യേതരമായ ഒരു പദമോ എന്നെ അവമാനിക്കുന്ന ഒരു വാക്കും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ് വാസവൻ. എനിക്ക് ആ കാര്യത്തിൽ എന്ന് മാത്രവുമല്ല, ഇത്രയേറെ കവിതകൾ വായിക്കുകയും ആ കവിതകൾ ഹൃദിസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ വേറെയില്ല. കവിത മാത്രമല്ല, വലിയ വായനയുള്ള അത് മാത്രമല്ല, അദ്ദേഹത്തിന് വേറൊരു കാര്യമുണ്ട്. സാമാന്യം ഭംഗിയായിട്ട് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഈ ബിന്ദു ടീച്ചറെയും എ റഹീമിനെയും അതുപോലെയുള്ള ഒക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ളെങ്കിലും സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ ഇംഗ്ലീഷിൽ പറയാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാനും കെൽപ്പുള്ള ഒരാളാണ്. ഇത്രയും ബുദ്ധിശക്തിയും കഴിവുള്ള ഒരാൾ ആയ വാസവൻ എന്തിനാണ് വെറുതെ ഇതിനകത്ത് പോയിട്ട് ഈ കാപട്യം കാണിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം. അതെ. അതിൻ്റെ ഉത്തരം ഏതായാലും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാം. അതിൻ്റെ 3 അക്ഷരമേ ഉള്ളൂ, കാപട്യം എന്നാണ്. കാപട്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.